ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് എങ്ങനെയാണ് നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് ലോഗിൻ ചെയ്യുക, അതേപോലെ തന്നെ എന്താണ് ഡാഷ്ബോർഡ്, എങ്ങനെ ഒരു പുതിയ സെയിൽ നമുക്ക് നടത്തുക എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ നമ്മളെ സോഫ്റ്റ്വെയർ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്രീനാണ് കാണുക. അപ്പോൾ നമ്മൾ യൂസർ നെയിം അടിക്കാനുണ്ടാവും, പാസ്വേഡ് അടിക്കാനുണ്ടാവും. ഇങ്ങനെ ഇത് രണ്ടും അടിച്ചതിന് ശേഷം ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓപ്പൺ ആകുമ്പോൾ തന്നെ നമ്മളെ ഡാഷ്ബോർഡ് അവിടെ കാണാൻ സാധിക്കും. ഡാഷ്ബോർഡ് ഇത് പ്രോ വേർഷൻ്റെ ഡാഷ്ബോർഡാണ്. പിന്നെ ബേസിക് വേർഷൻ്റെ ഡാഷ്ബോർഡ് ഏകദേശം ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിൽ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ നമ്മളെ ആക്ടിവിറ്റീസ്, നമ്മളിപ്പോൾ എന്താണ് നമ്മളെ സെയിലിൻ്റെ എന്താ ഒരു അവസ്ഥ എന്നുള്ളത് മൊത്തത്തിൽ ഒരു ഒറ്റ ഇതിൽ കാണിച്ചു തരാനുള്ള ഒരു സംഭവമാണ് ഡാഷ്ബോർഡ്. പിന്നെ ഒരു ന്യൂസ് സെയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഇടതുവശത്തുള്ള ഫസ്റ്റിൽ ഡാഷ്ബോർഡ് ഉണ്ടാവും, ഫൈൻഡ് കസ്റ്റമർ ഉണ്ടാവും, ന്യൂസ് സെയിൽ. ടച്ച് അല്ലാത്ത സിസ്റ്റങ്ങളാണെങ്കിൽ ഈ ന്യൂസ് സെയിൽ ടാബാണ് യൂസ് ചെയ്യുക. ടച്ച് ആണെങ്കിൽ ഈ പോസ്റ്റ് സെയിലാണ്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരും. പിന്നെ ഈ ന്യൂസ് സെയിൽ ടാബാണ് ടച്ച് അല്ലാത്ത മോണിറ്റർ യൂസ് ചെയ്യണ ടാബ്. ഈ ന്യൂസ് സെയിലിൽ എന്ത് ചെയ്യുക, ഒരു ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ന്യൂസ് സെയിലിൽ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരിക. അതായത് ഇപ്പോൾ ഈ ഒരു ഡെലിവറി നോട്ട് നമ്പർ, പർച്ചേസ് ഓർഡർ നമ്പറൊക്കെ നമ്മളെ പ്രൊവേഷൻ ട്രേഡിംഗ് ലെവലിൽ കൊടുക്കുന്നതാണ്. നോർമൽ ഒരു ബക്കാലൊക്കെ ആണെങ്കിൽ അവർക്ക് ഉണ്ടാവുക ഒരു ബാർകോഡ് സ്കാൻ ഉണ്ടാവും. ആവശ്യമെങ്കിൽ ഇതിൻ്റെ ഇടയിലൊരു പ്രൊഡക്റ്റ് കോഡ് ആഡ് ചെയ്ത് തരും. അതേപോലെ തന്നെ സെർച്ച് പ്രൊഡക്റ്റും ആഡ് ചെയ്യാം. ഇതിൽ നമ്മളൊരു സെയിൽ എങ്ങനെ നടത്തുന്നത്, ഇപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ ക്യാഷ് സെയിലായിട്ട് ഡിഫോൾട്ടായിട്ട് സെറ്റ് ആവും. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതിൽ ഇപ്പോൾ നമ്മൾ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ബാർകോഡ് സ്കാൻ ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു ബാർകോഡ്, ഞാൻ സ്കാൻ ചെയ്യാല്ലാത്തതുകൊണ്ടാണ് ഞാൻ അടിക്കുന്നത്, എന്തെങ്കിലും ഒരു ബാർകോഡ് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു 110 റിയാൽ വിത്ത് ടാക്സ് ഉള്ളൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് ഇത്ര ഒരു ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പ്രൊഡക്റ്റ് വരും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതിൻ്റെ എന്ത് ചെയ്യണം, അപ്പോൾ ഞാനത് 110 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ കസ്റ്റമറിന് 120 അല്ലെങ്കിൽ അതൊരു 100 റിയാലിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ ഈ പ്രൈസ് ഉണ്ടാവും, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ ഇപ്പോൾ ഒരു 100 റിയാൽ. അപ്പോൾ അത് നമ്മളെ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ ഇതൊരു 5 പീസ് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ബാർകോഡിൽ സ്കാൻ ചെയ്താൽ ഓട്ടോമാറ്റിക് അങ്ങനെ വരും. ഇനി അങ്ങനെയല്ല, മാനുവലായിട്ട് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇതേപോലെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു 10 അങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഇനി ഇത് സെയിൽ ആവണമെങ്കിൽ നമ്മളതിൻ്റെ അടിയിൽ ആഡ് സെയിൽ എന്നുണ്ടാവും. ഒന്നെങ്കിൽ ഇതുമ്മ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ എഴുതിയ പോലെ തന്നെ F9 ഉണ്ടാവും നമ്മളെ മേലെ, ഈ F9 ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു കൺഫർമേഷൻ വരും, അതായത് ഇത് സെയിൽ ആഡ് ചെയ്യല്ലേ എന്നുള്ളത്. അതായത് ഒന്ന് ജസ്റ്റ് കൺഫേം ചെയ്യാൻ. അങ്ങനെ ആഡ് ചെയ്യൽ ഓക്കെ. ഇപ്പോൾ കസ്റ്റമർ അത് വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസൽ അടിക്കുക. ഓക്കെ ആണെങ്കിൽ ഈ ഓക്കെ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ പ്രിൻ്ററിലേക്ക് ഇത് കൊണ്ടുപോകും. പ്രിൻ്ററിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പ്രിൻ്റ് വേണമെങ്കിൽ എൻ്റർ അടിക്കുക, വേണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ ഇടത്ത് ഭാഗത്ത് ഏറ്റവും മുകളിൽ കോർണർ സൈഡിലായിട്ട് എസ്കേപ്പ് ഉണ്ടാവും, അതിന് നിൽക്കിയാൽ ബാക്കിലേക്ക് തന്നെ പോകും. അപ്പോൾ ഞാൻ ഇത് പ്രിൻ്റ് എടുക്കണ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ എൻ്റർ അടിക്കുകയാണ്. ഇത് എൻ്റർ അടിക്കുമ്പോൾ ഇത് നമ്മൾ പ്രിൻ്റർ ഏതാണ് അതിൽ പ്രിൻ്ററിലേക്ക് പോകും. ഒരു എൻ്ററും കൂടി അടിച്ചാൽ പ്രിൻ്റ് വരും. ഇനി ഇങ്ങനെ പ്രിൻ്റൊക്കെ എടുത്തതിന് ശേഷവും എസ്കേപ്പ് അടിച്ചതിന്, ഇപ്പോൾ എസ്കേപ്പ് അടിച്ചതിന് നമ്മളെ ആദ്യമുള്ള ടാബിലേക്ക് അത് പോവും. ഇതാണ് ഒരു സെയിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സംഗതി. ഇത്രയാണ് നമുക്ക് സെയിൽ ചെയ്യാൻ പഠിക്കാനുള്ളത്.